2499 ബൊഫെ എങ്ങനെ മുതലാക്കാൻ നോക്കാം. അതിന് ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോയത് നേരെ മാരിയറ്റിലേക്കാണ് കേട്ടോ. എല്ലാ സജ്ജീകരണങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു സംഭവം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ കപ്പയും കുറേ ഐറ്റംസും കൂടി മിക്സ് ചെയ്ത് തന്നെ സാധനമാണ്. ഇതൊക്കെ ആദ്യം തന്നെ കഴിച്ചാൽ ചിലപ്പോൾ വയററിയും. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ആക്കി കേട്ടോ. സ്നാക്സിൽ തന്നെ 7-8 ടൈപ്പ് ഉണ്ടായി. മെയിൻ കോഴ്സിൽ തന്നെ റൈസ് തന്നെ 2-3 ടൈപ്പ് ഉണ്ടായി. പിന്നെ പത്തിരി, ഇടിയപ്പം, പൊറോട്ട, അങ്ങനെ ജ്യൂസുകൾ വേറെ. പക്ഷെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവം ഉണ്ടോ, ലൈവ് ആയിട്ടുള്ള ഫിഷ് ഇത് ഇവിടെ ഗ്രില്ല് ചെയ്ത് തരും. പിന്നെ സലാഡ്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, ചൈനീസ് ഐറ്റംസ് ഉണ്ട്, മുഗളായി ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ. എണ്ണ എടുക്കാൻ പറ്റാത്ത അത്ര ഐറ്റംസ് ഉണ്ട്. ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായി. അതിന്റെ സൈഡിൽ തന്നെ ബീഫ് റോസ്റ്റ് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു വെച്ചാട്ടോ, അത് എടുത്തിട്ടുണ്ടായി. അതും കൂടി കഴിച്ചിട്ടോ. അതിനുശേഷം മട്ടൻ പായയും പിന്നെ അലീമും കഴിച്ചു. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇടിയപ്പവും പൊറോട്ടയും പത്തിരിയും അതുപോലെ പത്തലും ഒക്കെ ഉണ്ടായി. അതിൻ്റെ കൂടെ ചെമ്മീനും മട്ടനും അതുപോലെ ബീഫും ചിക്കനും എല്ലാം കൂടി എടുത്തിട്ടോ. എല്ലാം ഓരോന്ന് പതുക്കെ കഴിച്ചു. എല്ലാ പ്ലേറ്റിൻ്റെ കൂടെ നമ്മൾ ബീഫ് റോസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ല കേട്ടോ, സോറി ബീഫ് ഫ്രൈ എടുക്കാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ലൈവ് ആയിട്ടുള്ള ഫിഷിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് എത്തിയാന്ന് കേട്ടോ. നല്ല സ്പ്രോൺസും അതുപോലെ നെയ്മീനും ഒക്കെ ഉണ്ടായി. അതിൻ്റെ കൂടെ കുറച്ച് ചൈനീസ് ഐറ്റം